പാരമ്പര്യ സഭകൾ ചരിത്രത്തിലെ യഥാർത്ഥ മറിയത്തെ അംഗീകരിക്കുന്നില്ല. അവരുടെ മറിയം അവരുടെ ഒരു ഭാവനാ സൃഷ്ടിയാണ്. മറിയം നിത്യകന്യകയാണെന്ന് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. ഓർത്തഡോക്സ് യാക്കോബായ സഭകളും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിളിലെ മറിയം നിത്യകന്യകയല്ല. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും അടിസ്ഥാനം ബൈബിളാണ്. മറിയം നിത്യകന്യകയാണ് എന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമോ സൂചനയോ ബൈബിളിൽ നാം കാണുന്നില്ല. നേരെ മറിച്ച് മറിയം നിത്യകന്യകയല്ലെന്നും മറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നു എന്നും തെളിയിക്കുന്ന അനേകം പ്രസ്താവനകൾ ബൈബിളിലുണ്ട്. യഥാർത്ഥ മറിയം ജോസഫിൻ്റെ ഭാര്യയാണ്. യേശു ജനിക്കുന്നതുവരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ഇതെല്ലാം. യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫും മേരിയും ഒരു സ്വാഭാവിക കുടുംബജീവിതം നയിച്ചു എന്നത് ബൈബിളിൽ പല വചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ്. ജോസഫും മറിയവും വിവാഹ നിശ്ചയം നടത്തിയിരുന്നു എന്ന് ബൈബിളിൽ കാണുന്നു. യോസഫിനെയും മറിയത്തെയും സംബന്ധിച്ച് ബൈബിളിൽ കാണുന്ന എല്ലാ വിവരങ്ങളും സൂചിപ്പിക്കുന്നത് അവർ ഒരു സാധാരണ കുടുംബ ജീവിതം നയിച്ചു എന്നാണ്. ജോസഫും മറിയവും ആഗ്രഹിച്ച അവരുടെ സാധാരണ കുടുംബ ജീവിതത്തിന് ദൈവം എന്തെങ്കിലും തടസ്സം വരുത്തി എന്ന് വിചാരിക്കുന്നത് സത്യവിരുദ്ധവും ദൈവദൂഷണവുമാണ്. അങ്ങനെ യേശുവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ഇവിടെ യേശു മറിയത്തിൻ്റെ ഏകജാതനെന്നല്ല, മറിച്ച് ആദ്യജാതനെന്നാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് യേശുവിൻ്റെ ജനനത്തിന് ശേഷം മറിയത്തിന് മറ്റു മക്കൾ ജനിച്ചിട്ടുണ്ട് എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അപ്പോൾ സഹോദരന്മാരും സഹോദരിമാരും യേശുവിനുണ്ടായിരുന്നു. ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഇതൊക്കെയാണ് നാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് കിടക്കുന്ന കാര്യങ്ങളല്ലയോ? യേശുവിൻ്റെ സഹോദരന്മാരും മറിയത്തോടൊപ്പം യേശുവിനെ അന്വേഷിച്ചു വന്നതായി ബൈബിളിൽ കാണുന്നു. ഈ സഹോദരർ മറിയത്തിൻ്റെ അല്ല, മറിച്ച് മറ്റേതെങ്കിലും സ്ത്രീയുടെ മക്കളായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ സഹോദരർ എന്ന നിലയിൽ മറിയത്തോടൊപ്പം യേശുവിനെ അന്വേഷിച്ചു വരികയില്ലായിരുന്നു. അതിനാൽ അവർ മറിയത്തിൻ്റെ മക്കളായിരുന്നു എന്ന് അനുമാനിക്കാം. ജോസഫിൻ്റെയും മേരിയുടെയും മക്കളും യേശുവിൻ്റെ സഹോദരന്മാരുമായ യാക്കോബും യൂദാസും പുതിയ നിയമത്തിൽ ഓരോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ പറ്റി പൗലോസ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നത് ശ്രദ്ധിക്കൂ. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പസ്തോലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. അതാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പൗലോസ് ശ്ലീഹ എഴുതുകയാണ്. അപ്പോൾ അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം, അവൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അതാണ് സങ്കീർത്തന പുസ്തകത്തിലും ഈ കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 69-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ അപരിചിതനും
എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. ഈ വാക്യമെന്തിയെ കത്തോലിക്ക സഹോദരങ്ങൾ കാണാത്തത്? എൻ്റെ അമ്മയുടെ മക്കൾക്ക്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മക്കളെപ്പറ്റി ഇവിടെ പറയുന്നു. സങ്കീർത്തനം 69 അവിടെ പറയുന്നു, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ യേശുവിൽ നിറവേറിയതായി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം തെളിയിക്കുന്നുണ്ട്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് തെളിയുന്നുണ്ട്. യേശുവിൻ്റെ മരണസമയത്ത് കുരിശിൻ്റെ സമീപത്തുണ്ടായിരുന്ന ചിലരെ ബൈബിളിൽ പേരെടുത്ത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ലും മർക്കോസിൻ്റെ സുവിശേഷം 15-ലും യോഹന്നാൻ്റെ സുവിശേഷം 19-ലും ഈ ബൈബിൾ ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം പരിശോധിച്ചാൽ യേശുവിൻ്റെ അമ്മയായ മറിയം യാക്കോബിൻ്റെയും യോസഫിൻ്റെയും കൂടി അമ്മയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതായ അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഈ ബൈബിൾ ഭാഗങ്ങളെല്ലാം തെളിയിക്കുന്നത് യോസഫിനും മറിയത്തിനും 4 ആൺമക്കളും കുറഞ്ഞത് 2 പെൺമക്കളും ഉണ്ടായിരുന്നു എന്നാണ്. ക്രിസ്ത്യാനികൾ മറിയത്തെ നിത്യകന്യകയായി വണങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതമായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ യേശുവിൻ്റെ ബന്ധുക്കളെ പ്രത്യേക വിശേഷണങ്ങളൊന്നും കൂടാതെ സഹോദരന്മാരെന്നും സഹോദരിമാരെന്നും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ സൂചിപ്പിക്കുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും ആശയക്കുഴപ്പത്തിലാക്കുകയില്ല. സഹോദരർ എന്ന വാക്ക് ബന്ധുക്കളെ ഉദ്ദേശിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വാദം ശരിയല്ല എന്ന് മേൽപ്പറഞ്ഞ വാക്യങ്ങൾ അവയുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ്. അതായത് അഡൽഫോസ് സഹോദരൻ, അഡൽഫായി സഹോദരി എന്നീ ഗ്രീക്ക് വാക്കുകൾ ബന്ധു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വാദിക്കുന്നത് ശരിയല്ല. കാരണം പുതിയ നിയമം എഴുതപ്പെട്ട ഗ്രീക്ക് ഭാഷയിൽ ബന്ധു എന്ന് അർത്ഥമാക്കുവാൻ അനപ്സിയോസ് എന്ന വാക്കുണ്ട്. ഈ അർത്ഥത്തിൽ ഈ വാക്ക് കൊളോസ്യർ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ സഹോദര സഹോദരി ബന്ധങ്ങളെക്കാൾ അകന്ന ബന്ധങ്ങൾക്കും ഗ്രീക്ക് വാക്കുകളായ അഡൽഫോസ് സഹോദരൻ, അഡൽഫെ സഹോദരി എന്നിവ ഉപയോഗിക്കാമെങ്കിലും അത്തരം അകന്ന ബന്ധങ്ങൾക്ക് അനപ്സിയോസ്, സുൻജനീസ് എന്നീ ഗ്രീക്ക് വാക്കുകളാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റുകയില്ല. മറിയം കന്യകയായിരുന്നു, എന്നാൽ നിത്യകന്യകയല്ല. മറിയം പരിശുദ്ധാത്മാവിനാലാണ് യേശുവിനെ ഗർഭം ധരിച്ചത് എന്നും യേശുവിൻ്റെ ജനനം വരെ മറിയം കന്യകയായിരുന്നു എന്നും ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യേശുവിൻ്റെ ദൈവത്വത്തെയും മറിയത്തിൻ്റെ നിർമ്മലതയെയും തെളിയിക്കുവാൻ മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ബൈബിളിലെ യഥാർത്ഥ മറിയത്തെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നാൽ മറിയത്തെ ആരാധിച്ച് മറിയത്തെയും ദൈവത്തെയും അപമാനിക്കുന്നില്ല, അപമാനിക്കരുത്. അതാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ഒരിക്കലും യേശുവിൻ്റെ അമ്മയായ മറിയത്തെ ആക്ഷേപിക്കുകയില്ല, എതിർക്കുകയുമില്ല. ദൈവപുത്രനായ യേശുവിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ മറിയത്തിന് ഏറ്റവും കൃത്യമായ ആദരവ് കൊടുക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. യേശുവിൻ്റെ അമ്മയുടെ വ്യക്തിത്വത്തെ വചനം വരച്ചു കാണിക്കുന്ന നിലവാരത്തിൽ നിർത്തുന്നു. അതിനപ്പുറത്തേക്ക് അതിർകടന്നു പോകില്ല. യേശുവിൻ്റെ കന്യകാജനനം വിശ്വാസ സത്യമായിരിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ മറിയത്തിൻ്റെ കന്യകത്വമോ നിത്യകന്യകത്വമോ ഉപദേശ വിഷയമായി പഠിപ്പിച്ചിട്ടില്ല, പ്രസംഗിച്ചിട്ടില്ല. മറിയത്തോട് പ്രാർത്ഥിച്ചില്ല, മറിയത്തെ വണങ്ങിയില്ല. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ സ്വഭാവവും മാതൃകയും നമുക്ക് ഉത്തമ മാതൃകയാണ്. മറിയത്തിൻ്റെ വ്യക്തിത്വവും മറിയത്തിന് വിശ്വാസികളുടെ സമൂഹത്തോടുണ്ടായിരുന്ന വിധേയത്വവും അനുകരണീയമാണ്.
നാം മറിയത്തെ അനുസ്മരിക്കുന്നത് മറിയത്തിൻ്റെ ഇത്തരം നല്ല ഗുണങ്ങൾ അനുകരിക്കുന്നതിനായിരിക്കണം, അല്ലാതെ മറിയത്തെ പുകഴ്ത്തുന്നതിനോ ആരാധിക്കുന്നതിനോ ആയിരിക്കരുത്. ബൈബിളിലെ യഥാർത്ഥ മറിയം സ്തുതികൾ സ്വീകരിക്കുകയോ തനിക്ക് ലഭിച്ച ഭാഗ്യത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത വ്യക്തിയല്ല. കർത്താവിൻ്റെ ദാസിയാകാനുള്ള വിളിയും ദൗത്യവുമായിരുന്നു മറിയത്തിന് ലഭിച്ചത്. അതിൽ മറിയം സംതൃപ്തയായിരുന്നു. കർത്താവിൻ്റെ ദാസി എന്നതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനവും മറിയം ആഗ്രഹിച്ചിട്ടില്ല. അതിനാൽ അത്തരം സ്ഥാനങ്ങൾ മറിയത്തിന് കൊടുക്കാതിരിക്കുന്നതാണ് സത്യസന്ധതയും മാന്യതയും. ഈ യഥാർത്ഥ മറിയത്തെ തിരിച്ചറിയുകയും അനുകരിക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കള്ള മറിയങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ തെറ്റുകളെ അംഗീകരിക്കാനും തിരുത്താനും സത്യസന്ധതയുണ്ടെങ്കിലേ നമുക്ക് കഴിയൂ. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെയും മറിയ പ്രത്യക്ഷങ്ങളുടെയും വേർതിരിച്ചുള്ള സ്വഭാവ വിശകലനം നടത്തേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം നമുക്ക് മാതൃകയാണ്. യേശുവിൻ്റെ അമ്മയായ ചരിത്രത്തിലെ യഥാർത്ഥ മറിയത്തെ അനുകരിക്കുക, പുകഴ്ത്തരുത്, വന്ദിക്കരുത്. അനുകരിക്കണം, ആരാധിക്കരുത്. അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മറവിൽ വചനവിരുദ്ധമായ ആത്മീയ ആൾമാറാട്ടങ്ങൾ നടക്കുന്നു. അത്തരം ആൾമാറാട്ടങ്ങൾ നടത്തി ജനത്തെ ആത്മീയ അന്ധതയിൽ നിർത്തുന്ന അനാചാരങ്ങളെയാണ് വാസ്തവത്തിൽ പെന്തക്കോസ്തുകാരെ കാലത്തും എതിർത്തിട്ടുള്ളത്. പെന്തക്കോസ്തുകാർ ഒരിക്കലും അനാത്മീയമായ രീതിയിൽ ഏതെങ്കിലും വ്യക്തികളെയോ കൂട്ടത്തെയോ താറടിച്ചു കാണിച്ച് അപലപിക്കുന്നതിനോട് യോജിക്കുന്നില്ല. നേരെ മറിച്ച് തെറ്റായ പ്രവണതകളെ മാത്രമാണ് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻസ് എതിർക്കുന്നത്. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ നിഴലിൽ മറിയമല്ലാത്ത മറിയങ്ങൾ നുഴഞ്ഞു കയറിയാൽ, മറിയത്തെ വെറും കച്ചവടച്ചരക്കാക്കി അപമാനിച്ചാൽ, മറിയത്തിൻ്റെ പേരിൽ വിഗ്രഹാരാധന നടത്തിയാൽ, അത്തരം തെറ്റുകളെയാണ് നാം എതിർക്കേണ്ടത്. ഇത്തരം വചനവിരുദ്ധമായ പ്രവണതകളെയാണ് പെന്തക്കോസ്തുകാർ എക്കാലത്തും എതിർക്കുന്നത്. അല്ലാതെ യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തെ അല്ല. അത്തരം തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും തിരുത്തണം. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ, ജോസഫിൻ്റെ ഭർത്താവായ അനേക വർഷങ്ങൾ ജീവിച്ച മറിയത്തെ നിത്യകന്യകയായി കണക്കാക്കുന്നത് വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധമാണ്. സത്യസന്ധതയുള്ള ഒരാൾക്കും ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല. മറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നു എന്നതിന് പഴയ നിയമ പ്രവചനത്തിലും പുതിയ നിയമത്തിലും തെളിവുകളുള്ളതാണ്. നാം അത് പരിശോധിച്ചതാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയം ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ സ്വകാര്യ സ്വത്താണ് എന്ന് ആരും കരുതരുത്. ബൈബിൾ സത്യങ്ങളും വസ്തുതകളും മനുഷ്യവർഗത്തിൻ്റെ പൊതു സ്വത്താണ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റിയുള്ള വചനസത്യവും ചരിത്ര സത്യവും ഒരു തരത്തിലും വളച്ചൊടിക്കുവാൻ ആരെയും നാം അനുവദിക്കരുത്. യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ ചരിത്ര ഗ്രന്ഥം ബൈബിളാണ്. ബൈബിളിലില്ലാത്ത വ്യക്തിത്വ വിശേഷതകൾ കൊടുത്ത് പാരമ്പര്യങ്ങളെ നിർമ്മിച്ച് ദൈവവചന വിരുദ്ധമായി മറ്റൊരു മറിയത്തെ ഉണ്ടാക്കിയാൽ അത് എക്കാലത്തും എതിർക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്. ബൈബിളിലെ ദൈവവചന സത്യത്തെ കൂട്ടിക്കളയുവാൻ ഒരു മനുഷ്യനും ഒരു പ്രസ്ഥാനത്തിനും ഒരു സഭയ്ക്കും അധികാരമില്ല എന്ന നഗ്ന സത്യം നാം മനസ്സിലാക്കണം.